ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്നെ പോലുള്ള വീട്ടമ്മമാരുടെ ഒരു തലവേദനക്കുള്ള ഒരു പരിഹാരമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. എന്താന്ന് വെച്ചാൽ നമ്മളെല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നം തന്നെയായിരിക്കും ഈ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഇരുന്നിട്ടോ കിടന്നിട്ടോ ഒക്കെ എണീക്കുമ്പോഴേക്ക് ബെഡ്ഷീറ്റൊക്കെ ചുക്കി ചുളിഞ്ഞ് പോകുക എന്നുള്ളത്. കുട്ടികളുണ്ടെങ്കിൽ പിന്നെ പറയേ വേണ്ട. എത്ര തന്നെ വിരിച്ചു വെച്ചാലും അവരൊന്ന് ചാടി കയറി തുള്ളുമ്പോഴത്തേക്ക് ബെഡ്ഷീറ്റൊക്കെ അലങ്കോലായിട്ടുണ്ടാവും. ഇത് ഓൾമോസ്റ്റ് എല്ലാവരും നേരിടുന്ന പ്രശ്നം തന്നെയായിരിക്കും. ഞാനും ഒരുപാട് നേരിടുന്ന പ്രശ്നം തന്നെയാണ്. അപ്പൊ ആ പ്രശ്നത്തിനുള്ള ഒരു പരിഹാരമാണ് ഫിറ്റഡ് ബെഡ്ഷീറ്റ് എന്നുള്ളത്. നമ്മളിപ്പോ ഒരു ഷോപ്പിലൊക്കെ പോയി വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു 500 മുകളിലേ റേറ്റ് ഉണ്ടാവത്തുള്ളൂ. 500 പോരാ, നമ്മുടെ ഓരോ ബെഡ് സൈസിനനുസരിച്ചിട്ട് അതിന്റെ റേറ്റും എന്തായാലും കൂടും. അപ്പൊ നമുക്ക് പക്ഷേ ഇത് നമ്മുടെ കയ്യിലുള്ള ബെഡ്ഷീറ്റ് വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അതിനായിട്ട് നമ്മുടെ കയ്യിൽ നമ്മുടെ ബെഡിന് കണക്കായിട്ടുള്ള ഒരു ബെഡ്ഷീറ്റ് വേണമെന്നേ ഉള്ളൂ. ചെറിയ സൈസ് ആവാൻ പാടില്ല. നമ്മുടെ ബെഡും കഴിഞ്ഞിട്ട് 4 സൈഡിലും കുറച്ച് ഒരു 10 ഇഞ്ച് തുണി പോരെ എക്സ്ട്രാ കിട്ടുന്ന രീതിക്കുള്ള ബെഡ്ഷീറ്റ്. എൻ്റെ കയ്യിലുള്ള ബെഡ്ഷീറ്റ് ഇതാണ്. ഇതിന് വിഡ്ത്ത് ഒരുപാടുണ്ട്, പക്ഷെ ലെങ്ത് കുറവാണ്. അപ്പൊ ഞാൻ ഇതിന്റെ വിഡ്ത്ത്ന്ന് പീസ് കട്ട് ചെയ്തിട്ട് ലെങ്ത്തിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. നിങ്ങളത്തെ കണക്കായിട്ടുള്ള ബെഡ്ഷീറ്റ് ആണെങ്കിൽ അത് തന്നെ എടുത്താൽ മതി. നമുക്ക് ആദ്യം ബെഡിന്റെ നീളവും വീതിയും ഒന്ന് അളന്നെടുക്കാം. എൻ്റെ ബെഡിന്റെ കോലൊന്നും കണ്ടിട്ട് ആരും ഒന്നും പറയല്ലേ. എൻ്റെ മോൻ ഇവിടെ കിടന്നുറങ്ങുന്നുണ്ട്. അവനില്ലാതുകൊണ്ടാണ് റൂമൊക്കെ ഫുൾ അലങ്കോലായിട്ട് കിടക്കുന്നത്. എത്ര അടുപ്പുറുക്കി വെച്ചിട്ടും ഒരു ലെവലായിട്ട് കിട്ടുന്നില്ല. അപ്പോൾ അതാരും ഒന്നും ശ്രദ്ധിക്കണ്ട, നമുക്ക് നമ്മുടെ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ബെഡിൻ്റെ നീളം അളന്നെടുക്കാം. എൻ്റെ മോൻ എണീറ്റിട്ടുണ്ട്. ഇവൻ ഉറങ്ങുന്ന സമയത്താണ് ഞാനിങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ബെഡിൻ്റെ ലെങ്ത് എടുക്കുമ്പോൾ കറക്റ്റായിട്ട് തന്നെ അളന്നെടുക്കുക. കൂട്ടിയിട്ടും കുറച്ചിട്ടൊന്നും എടുക്കണ്ട. എനിക്കിപ്പോൾ ഇവിടെ ലെങ്ത്ത് വന്നിട്ടുള്ളത് 75 ഇഞ്ചാണ്. ഇനി നമുക്ക് ഇതിൻ്റെ വിഡ്ത്തും കൂടി ഒന്ന് അളക്കാം. ഒരു ബെഡിൻ്റെ ഒരു കോർണർ മുതൽ അടുത്ത കോർണർ വരെ ഇത് വന്നിട്ടുള്ളത് 60 ഇഞ്ചാണ്. ഞാൻ ആദ്യം പേപ്പറിൽ കട്ട് ചെയ്ത് കാണിച്ചു തരാം. കാരണം നമുക്ക് വലിയ ബെഡ്ഷീറ്റ് ആയതുകൊണ്ട് ബെഡ്ഷീറ്റിൽ കട്ടിങ് കാണിച്ചു തരാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമുക്ക് പേപ്പറിൽ കട്ട് ചെയ്യാം. ഇപ്പം ഇതാണ് നമ്മുടെ ബെഡ്ഷീറ്റ്. ഇങ്ങനെ ഫുൾ നീട്ടിയൊരു ബെഡ്ഷീറ്റാണെന്ന് വിചാരിക്കാം. നമ്മുടെ ബെഡ്ഷീറ്റ് എടുക്കുമ്പോൾ നമ്മൾ ബെഡിനെക്കാളും, ഇതിപ്പം ബെഡാന്ന് വെച്ചാൽ ഈ 4 സൈഡിലും ബെഡിൻ്റെ ഹൈറ്റ് ഉണ്ടാവില്ലേ, ആ തിക്നെസ്, അതിനെക്കാട്ടിലും ഒരു 2-3 ഒരു അതിൻ്റെ ഇരട്ടി കിട്ടിയ അത്രയും നല്ലത്. അത്രയും ക്ലോത്ത് നമുക്ക് എക്സ്ട്രാ ഉണ്ടായിരിക്കണം. അപ്പം 10 ഇഞ്ച് കിട്ടിയാൽ അത്രയും നല്ലതാണ്. നമ്മളതുകൊണ്ട് അടിയിലേക്ക് നല്ലോണം ചുരുങ്ങി നിൽക്കും. അപ്പം നമ്മൾ ബെഡിന് നല്ല ടൈറ്റായിട്ട് നിൽക്കാൻ അങ്ങനെയാണ് പറ്റുക. അപ്പോൾ നമുക്കിത് ആദ്യം ഇതുപോലെ 4ആയിട്ട് ഫോൾഡ് ചെയ്യാം. ആയിട്ട് 4ആയിട്ട് നമുക്ക് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഇവിടെ ഫോൾഡിങ് വരും, ഇവിടെയും ഫോൾഡിങ് വരും. പിന്നെ ഈ 4 കോർണർ ഭാഗം ഓപ്പൺ ഉള്ളത് നമുക്ക് കിട്ടും. ഈ ഓപ്പൺ ഉള്ള ഭാഗത്താണ് നമുക്ക് ചെയ്യാനുള്ളത്. എന്ന് വെച്ചാൽ നമുക്ക് ആദ്യം ലെങ്ത്ത് മാർക്ക് ചെയ്യാം. നമ്മുടെ ബെഡിൻ്റെ നമ്മൾ എത്രയാണോ ലെങ്ത്ത് എടുത്തെന്ന് വെച്ചാൽ അതിൻ്റെ പകുതി എത്രയാണെന്ന് വെച്ചാൽ നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ചിലവർ ഇവിടുന്ന് ഇങ്ങോട്ട് 10 ഇഞ്ച്, ഇവിടുന്ന് ഇങ്ങോട്ട് 10 ഇഞ്ച് എടുത്ത് ഒരു ബോക്സാക്കി കട്ട് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. പക്ഷെ അത് നമുക്ക് എല്ലാ ബെഡ്ഷീറ്റിനും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ചില ബെഡ് ഹൈറ്റും വിഡ്ത്തും എല്ലാം സെയിം ആയതുണ്ടാവും. ചില ബെഡിന് വെച്ചാൽ വിഡ്ത്ത് കൂടുതലായിരിക്കും, ലെങ്ത്ത് കുറവായിരിക്കും, അല്ലെങ്കിൽ ലെങ്ത്ത് കൂടുതലായിരിക്കും, വിഡ്ത്ത് കുറവായിരിക്കും. ബെഡ്ഷീറ്റ് ആയാലും അങ്ങനെ തന്നെ, നമുക്ക് കറക്റ്റായിട്ട് കിട്ടണമെന്നില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുണ്ടാവുക. എൻ്റെ അടുത്തുള്ള ബെഡ്ഷീറ്റ് എന്ന് വെച്ചാൽ വിഡ്ത്ത് ഒരുപാട് അധികമാണ്, ലെങ്ത്ത് കുറവാണ്. അപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഫിറ്റായിട്ട് കിട്ടാൻ ഉപകരിക്കും. നമ്മുടെ അത് നമുക്ക് ബെഡ്ഷീറ്റ് നമ്മൾ എങ്ങനെയാണോ ഫോൾഡ് ചെയ്യുന്നതനുസരിച്ച് ഇവിടുന്ന് എവിടത്തേക്കാന്ന് വെച്ചാൽ അങ്ങനെ നമ്മൾ നോക്കിയിട്ടെടുക്കുക. നമുക്ക് ലെങ്ത്തിൻ്റെ ഹാഫ് മാർക്ക് ചെയ്യാം. ഹാഫ് മാർക്ക് ചെയ്യുന്ന വെച്ചാൽ ഇതിപ്പോൾ നമ്മൾ ഫോൾഡ് ആയിട്ടല്ലേ ഉള്ളത്, അപ്പം ലെങ്ത്തിൻ്റെ ഹാഫേ വേണ്ടി വരുള്ളൂ. കറക്റ്റായിട്ട് തന്നെ മാർക്ക് ചെയ്യാം.
അതേപോലെ ഇവിടുന്ന് ഇവിടത്തേക്ക് വിത്തിൻ്റെ ഹാഫ് നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു ഏകദേശ കണക്കാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഈ 2 മാർക്കും കൂടിയിട്ട് ഒരു ബോക്സ് ആക്കിയിട്ട് വരക്കാം. എന്നിട്ട് ഇത്രയും ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇതുപോലെ 4 പീസ് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. നിവർത്തുമ്പോൾ ഇതുപോലെയാണ് നമ്മൾ ബെഡ്ഷീറ്റ് ഉണ്ടാവുക. ഇതാണ് നമ്മുടെ ബെഡിൻ്റെ എന്താ പറയുക പരപ്പളവ് എന്ന് പറയാം. ഇങ്ങനെയാണ് നമ്മൾ ബെഡ്ഷീറ്റ് നമ്മുടെ ബെഡിൽ ഇരിക്കുക. ഈ ഒരു ഭാഗം തേച്ച് നമ്മുടെ ബെഡിൻ്റെ അടിയിലേക്ക് വരും. ഇതിൽ സൈഡും വരും. അതാണ് നമ്മുടെ ബെഡിൻ്റെ തിക്നെസ്സിനെക്കാട്ടിയും ഇരട്ടി എടുക്കണം എന്ന് പറഞ്ഞത്. ഇത് ഇത്ര പോലെ നമ്മുടെ ബെഡിൻ്റെ തിക്നെസ് വന്നു എന്ന് വെച്ചാൽ ബാക്കി ഭാഗം നമുക്ക് ഇങ്ങനെ ഉള്ളിലേക്ക് കടന്ന് നിൽക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാ ബെഡ്ഷീറ്റിൽ ചെയ്യാൻ നോക്കാം. അപ്പം ഞാൻ എന്താ ബെഡ്ഷീറ്റ് നേരത്തെ പേപ്പറിൽ കാണിച്ച പോലെ 4ആയിട്ട് മടക്കി എടുത്തിട്ടുണ്ട്. ആ മുകളിൽ നിന്ന് താഴേക്ക് വരുന്നതാണ് വിഡ്ത്ത് വരുന്നത്. ഈ ഭാഗമാണ് ലെങ്ത് ആയിട്ട് വരുന്നത്. ഇവിടെയും ഫോൾഡിങ് വരുന്നുണ്ട്, അവിടെയും ഫോൾഡിങ് വരുന്നുണ്ട്. ഈ ഭാഗമാണ് ഓപ്പണിംഗ് ആയിട്ട് വരുന്നത്. 4 ഭാഗം ഓപ്പൺ ആയിട്ട് വരുന്ന ഭാഗമാണ് ഇത്. ഇവിടെയാണ് നമുക്ക് ഇനി മാർക്ക് ചെയ്യേണ്ടത്. നമ്മുടെ ബെഡിൻ്റെ വിഡ്ത്ത് വരുന്നത് 60 ഇഞ്ചാണ്. അപ്പം അതിൻ്റെ ഹാഫ് 30 ഇഞ്ച് നമുക്ക് ഈ വിഡ്ത്ത് വരുന്ന ഭാഗത്ത് മാർക്ക് ചെയ്യാം. അതേപോലെ ലെങ്ത്ത് വരുന്നത് 75 ഇഞ്ചാണ്. അതിൻ്റെ ഹാഫ് 37.5. അത് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ലെങ്ത്തും വിഡ്ത്തും മാർക്ക് ചെയ്ത് നമ്മൾ അതൊരു ബോക്സ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ നമുക്കിത് ഈ കോർണർ പീസിൻ്റെ ആവശ്യമില്ല. അല്ലാതെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ച ഈ 4 പീസ് ഇവിടെ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ 4 പീസിൻ്റെ ഈ കട്ട് ചെയ്ത ഭാഗം നല്ല വശവും ചേർത്ത് ഇതുപോലെ പിടിച്ചിട്ട് ഇവിടെയാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത ആ ഒരു പീസ് നല്ല വശം കൂട്ടിച്ചേർത്ത് പിടിച്ചിട്ട് താഴെ ഭാഗത്ത് നല്ല ലെവലാക്കി കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആ കട്ട് ചെയ്ത് ആ ഒരു കോർണർ ഉണ്ടാവില്ലേ മുകൾ ഭാഗത്ത്, അവിടെ പിടിച്ചിട്ട് ഒന്ന് ലെവലാക്കിയാൽ മതി. കാരണം താഴെ ഭാഗം ചിലപ്പോൾ ഏറെക്കുറെയൊക്കെ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് നമുക്ക് ഡബിൾ സ്റ്റിച്ച് തന്നെ ഇട്ട് കൊടുക്കാം. ഇത് പിന്നെ ഒരു പിന്നിപ്പോകുന്ന തുണി ആയതുകൊണ്ട് ഞാനിവിടെ ഒരു മടക്കിയതിന് ശേഷമാണ് അടിച്ചു കൊടുക്കുന്നത്. അങ്ങനെ ഡബിൾ സ്റ്റിച്ച് നമുക്ക് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് 4 ഭാഗവും ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിതാ 4 ഭാഗം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ കണ്ടോ, ഇവിടെ നമ്മുടെ ലെവലിനെക്കാട്ടി കുറച്ച് ഭാഗം ഏറെക്കുറെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കാം. അത് ചില ബെഡ്ഷീറ്റിൻ്റെ ലെങ്ത്തും വിഡ്ത്തും മാറ്റം വരുമ്പോൾ കൂടിയിട്ടും കുറഞ്ഞിട്ടും ഒക്കെ ഉണ്ടാവും. അതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇതാക്കി കൊടുക്കാം. നമുക്കിപ്പോൾ ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. എലാസ്റ്റിക് വെച്ചാൽ കുറച്ചും കൂടി നല്ല ടൈറ്റായിട്ട് തന്നെ നിൽക്കും. ഇനി നമ്മൾ ഈ അടിച്ച കോർണർ ഭാഗം എത്രയുണ്ടെന്നൊന്ന് അളന്ന് നോക്കാം. എനിക്കിപ്പോൾ ഇവിടെ 10 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് അവിടെ നിന്ന് 2 സൈഡിലേക്കും 11 ഇഞ്ച് വീതം മാർക്ക് ചെയ്ത് കൊടുക്കാം. 11 ഇഞ്ച് ഈ സൈഡിലേക്കും മാർക്ക് ചെയ്യാം. അതേപോലെ നമ്മൾ സ്റ്റിച്ചിൻ്റെ അവിടെ നിന്ന് 11 ഇഞ്ച് അപ്പുറത്തേക്കും മാർക്ക് ചെയ്ത് കൊടുക്കാം. എലാസ്റ്റിക് വെക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ 1/2 ഇഞ്ചിൻ്റെ 4 പീസ് എലാസ്റ്റിക് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് 11 ഇഞ്ചാണ്. അങ്ങനത്തെ 4 പീസസ് എലാസ്റ്റിക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളിതാ ഒരു ഭാഗത്ത് 11 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ എലാസ്റ്റിക്കിൻ്റെ ഒരു അറ്റം വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ സാധാരണ എലാസ്റ്റിക് അടിക്കുന്നത് പോലെ തന്നെ ഒന്ന് വലിച്ചു പിടിച്ചിട്ട് അടിച്ചു കൊടുക്കാം. ആദ്യം നമുക്ക് ഈ എലാസ്റ്റിക് ഇവിടെ വെച്ചിട്ട് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് എലാസ്റ്റിക് അവിടെ ഫിറ്റാക്കി കൊടുക്കാം. എന്നിട്ട് എലാസ്റ്റിക്കിൽ തട്ടാതെ തന്നെ ഇതുപോലെ വലിച്ചു കൊടുത്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതേപോലെ തന്നെ 4 സൈഡും കൂടി ചെയ്തെടുത്താൽ നമ്മുടെ ഫിറ്റഡ് ബെഡ്ഷീറ്റ് റെഡിയാവും. അപ്പോൾ നമ്മളെ നോർമൽ ബെഡ്ഷീറ്റിനെ നമ്മളിതാ ഫിറ്റഡ് ബെഡ്ഷീറ്റാക്കി മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ബെഡിന് ഫിറ്റ് ആവുന്നുണ്ടോ നോക്കണ്ടേ.
അപ്പോൾ നമ്മളിതാ കുറഞ്ഞ ചിലവിൽ നമ്മൾ സൂപ്പറായിട്ടുള്ള ഫിറ്റഡ് ബെഡ്ഷീറ്റ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബെഡ്ഷീറ്റ് ചുളുങ്ങുന്നില്ല ഒരു പേടിയും വേണ്ട. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബൈ.